ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു ചിക്കൻ ചുക്ക റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യം 4 സബോള നൈസായി അരിഞ്ഞ് വറുത്തെടുക്കുക. നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴാണ് കറിക്ക് രുചി കൂടുന്നത്. 1.5 കിലോ ചിക്കന് 4 സബോളയാണ് ഞാൻ എടുത്തത്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ കോരിയെടുക്കണം. സബോള വറുത്താൽ അതിനൊരു ഇരുന്ന് മൂപ്പുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ 1.5 കിലോ നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സബോള നന്നായി പൊടിച്ചു ചേർക്കുക. മുഴുവനോടുള്ള വെളുത്തുള്ളി ഒരു 25 എണ്ണം, വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, മല്ലിയില നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർക്കാം, ഒരു കൈപ്പിടി, പച്ചമുളക് 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, തക്കാളി 1 എണ്ണം വലുത് അരിഞ്ഞത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിന് മാറ്റം വരുത്താം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് സബോള വറുക്കാനെടുത്ത ബാലൻസ് എണ്ണ 1/4 കപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പ്രത്യേകം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ടൈമിൽ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. കറി പാകമാകുന്ന ടൈമിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ കൂടുതൽ ചേർത്താൽ ഉപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാം കൂടെ നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ മസാല പിടിക്കും. ഞാനിപ്പോൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത്. ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചിക്കൻ 5 മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് അതിനുള്ളിലെ തണുപ്പ് മാറി കറി ഒന്ന് ചൂടാവുന്നതിന് വേണ്ടിയാണ്. ശേഷം ചെറുതീയിൽ ചിക്കൻ വേവിച്ചെടുക്കുക. ചെറുതീയിലിട്ട് വെന്ത് വരുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ചിക്കന് ഗ്രേവി വേണമെന്നാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് വേവിക്കാം. ചിക്കൻ നന്നായി വെന്തു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത്രയും ചെയ്താൽ നമ്മളുടെ ചിക്കൻ ചുക്ക റെഡിയായി കഴിഞ്ഞു. ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ചിക്കൻ കറി വെച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റി പരീക്ഷിച്ചു നോക്കൂ. ഈ ചിക്കൻ ചുക്ക വളരെ രുചിയുള്ളതാണ്. അധികം ബുദ്ധിമുട്ടാതെ തന്നെ ഈസിയായി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.